ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ നിരത്തുകളിൽ ഓടുന്ന ചില വണ്ടികളുടെ പേരും അവയുടെ തെറ്റായ ഉച്ചാരണവുമാണ്. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ വായിച്ചാൽ വണ്ടിയുടെ പേരാവില്ല, പകരം അത് മറ്റ് പല ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുള്ള പേരുകളാണ്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത്, ഈ എല്ലാ വണ്ടികൾക്കുള്ള ഒരു സംഭവമുണ്ട്. നമ്മളത് നാട്ടിൽ പറയുമ്പം വർക്ക്ഷോപ്പുകാരൊക്കെ പറയുന്നത് ചെയ്സിസ് എന്നാണ് പറയുന്നത്. അത് ചെയ്സിസ് അല്ല, അതിന് അതിൻ്റെ ഉച്ചാരണം ഷാസി എന്നാണ്, ഷാസി. അപ്പോൾ ഇനിയും നമ്മൾ എന്ത് ചെയ്യുക, കുറേ പേരെങ്കിലും അത് കറക്റ്റായിട്ട് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ എന്തായിക്കോളൂ, അത് പറഞ്ഞ് ശരിയാക്കിക്കൊള്ളൂ. ഇനി ഒരു വണ്ടിയുടെ പേര് നമ്മൾ പറഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, ചെവർലെറ്റ് എന്ന് പറയുന്നതാണ്. ചെവർലെറ്റ് എന്ന് പറയുന്ന വണ്ടി, അതിൻ്റെ സ്പെല്ലിംഗ് അങ്ങനെ ചെവർലെറ്റ് അങ്ങനെ പറയാം, പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉച്ചാരണം എന്ന് പറയുന്നത് ഷെവർലെ എന്നാണ്. ഷെവർലെ എന്ന് ആണ് അത് പറയേണ്ടത്. പലപ്പോഴും നമ്മൾ തെറ്റിക്കാറുണ്ട്. പിന്നെ ഒരു കാറിൻ്റെ പേര് പലരും പറയുന്നത് അത് മുഴുവൻ അതിൻ്റെ സ്പെല്ലിംഗ് മുഴുവൻ പറയാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഉച്ചാരണത്തിന് ബസ് വരുന്നത്. റിനോൾട്ട് എന്ന് പറയും. അത് റിനോൾട്ട് മോട്ടോഴ്സ് എന്ന് പറയും. റിനോൾട്ട് മോട്ടോഴ്സ് എന്നല്ല അത് പറയേണ്ടത്. അത് പറയേണ്ടത് റെനോ എന്നാണ് പറയേണ്ടത്. റെനോ, അത്രയും പറഞ്ഞാൽ മതിയാവും. റെനോ എന്ന് പറയുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉച്ചാരണം. അപ്പോൾ ഈ അതേപോലെ തന്നെ ഒരു മിനി ലോറിയുടെ ഒരു കമ്പനി ഇറക്കുന്ന, ഒരു മോട്ടോർ ഇറക്കുന്ന ഇതുണ്ട്. അതിന് പലരും എയ്ച്ചർ എന്നാണ് പറയുന്നത്. അത് എയ്ച്ചർ അല്ല, ഐഷറാണ്. ഐഷർ എന്നങ്ങ് നീട്ടി അങ്ങനെ പറയണതില്ല. ഐഷർ 6 സൈലൻ്റാക്കി പറഞ്ഞാൽ മതി ഐഷർ എന്ന് പറയുന്നത്. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മൾ ഇനി വേറെയും മിസ് പ്രൊണൗൺസിയേഷൻ പലരും ചെയ്യുന്നതാണ്. തെറ്റാണ്. അതുപോലെ തന്നെ ഈ കടലിലൊക്കെ ഞങ്ങൾ യാച്ചിങ്ങിന് പോയി എന്ന് പറയാറുണ്ട്. യാച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ കളിവഞ്ചിയോ അല്ലെങ്കിൽ അതുപോലെ ബോട്ടുകളോ ഒക്കെ ഉള്ളതിന് പറയുന്നത് ഈ പായ കെട്ടി കാറ്റ് പിടിച്ചൊക്കെ പോകുന്ന, അല്ലെങ്കിൽ മെഷീൻ എൻജിൻ ഉപയോഗിക്കുന്നതൊക്കെയാണ് പറയുന്നത്. അതിന് യോട്ടെന്നാണ് പറയുന്നത്. യോട്ടെന്നേ പറയാവുള്ളൂ, അല്ല യാച്ചിച്ചെന്ന് പറയാനായിട്ട് പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ 3-4 കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് കഴിയുന്നത്ര എന്ത് ചെയ്യുക, നമ്മളിത് കറക്റ്റായിട്ട് ഉച്ചരിക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇത് ഇനിയെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പറയുമ്പം ഈ ഷാസിയാണെന്നും റിനോയാണെന്നും അല്ലെങ്കിൽ ഷെവർലെ ആണെന്നും ഐഷറാണെന്നും ഒക്കെ നമ്മൾ പറയാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നമുക്കത് തീർച്ചയായിട്ടും കറക്റ്റായിട്ട് പറയാൻ കഴിയും. അങ്ങനെ പറയണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഞാൻ ജോസ്.